പതുക്കെ വാ. പൊന്നോ നിങ്ങളെന്താ അത് ഉറുമിയാ ഈ പൊരി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇതുവരെ ഉണ്ടാവുന്നത്. അതാ കഴിഞ്ഞു പറ്റിക്കൽ. അമ്പലവാസികള് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ക്രാക്കേഴ്സും പൊട്ടിച്ചതിന്റെ പുകയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന്. എല്ലാവരും ഫുൾ ആയിട്ടും വീഡിയോ കാണുക. ഞങ്ങളുടെ വിഷുക്കണി ഒരുക്കുന്നതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നതാണ്. രാത്രി 11 മണി സമയം 11 മണിക്കാണ് ഇപ്പോഴാണ് വിഷു സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ തങ്കും റെഡിയാണ്, ഞാൻ റെഡിയാണ്, ഏട്ടൻ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? ശരി, ആയിക്കോട്ടെ. നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവരും മുഴുവനായിട്ടും. ഇതൊക്കെയാണ് നമ്മളെ വിഷുക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ്. അപ്പൊ ഗൈസ്, ഇത് ഏട്ടൻ വരച്ച പിക്ചറാണ്, മ്യൂറൽ പെയിന്റിങ്, കൃഷ്ണന്റെ രാവിലെ. ഇതും കൂടി നമ്മള് കണ്ണിൽ വെക്കാം അല്ലെ. ഇനി അടുത്തത് നമ്മളുടെ കൃഷ്ണൻ, സാക്ഷാൽ കൃഷ്ണൻ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് താലം എടുത്ത് വെക്കാം. താലത്തിന്റെ ഒപ്പം നമുക്ക് പച്ചരിയാണ് ഉള്ളത്. അപ്പൊ പച്ചരി അതിന്റെ മേലെ വെക്കണം. നമുക്ക് ഉരുളി ഇല്ല കേട്ടോ. ഉരുളി ഇല്ലാത്തോണ്ടാണ് താലത്തിൽ വെക്കുന്നത്. Wow. Okay. നെക്സ്റ്റ് നമ്മളുടെ കണിക്കൊന്നയാണ്. കണിക്കൊന്ന കുറച്ച് ഉണങ്ങിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വേറെ തരാം, രാവിലെ തരാം കേട്ടോ തങ്കൂന്. കിണ്ടി എങ്ങനെ വെക്കേണ്ടത്? ഇങ്ങനെയാണ്, അറിയില്ല. ആണ് ഞങ്ങളുടെ വീട്ടിലെ കൊടുവാൾ, ഇടിയില്ലാത്ത കൊടുവാൾ, വെറൈറ്റി കൊടുവാൾ. അപ്പൊ ഗൈസ്, നമ്മളുടെ വിഷുക്കണി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇനി രാവിലെയാണ് പൂജ കഴിച്ച് വിളക്കൊക്കെ കൊളുത്തുള്ളൂ. രാവിലെ കണി കാണുന്ന പോലെ. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇനി രാവിലെ ആയി. പടക്കം പൊട്ടിക്കല്, കണി കാണല്, അമ്പലത്തിൽ പോകുന്നത് എല്ലാം, നമുക്ക് വിഷുക്കഞ്ഞി വെക്കുന്നത് എല്ലാം നമുക്ക് രാവിലത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ.
കണ്ണ് തുറക്കാൻ എനിക്ക് പതുക്കെ വാ. നമ്മുടെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭദ്രശ്രീ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച പടക്കങ്ങൾ. കുറച്ച് പടക്കങ്ങളെ മേടിച്ചിട്ടുള്ളൂ, കൂടുതലും കമ്പുത്തിരിയാണ്. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കൊളുത്തി നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൂക്കുറ്റിയിൽ നിന്നാണ് തുടക്കം. ഏട്ടനാണ് കൊളുത്തുന്നത്. ശരി വാ. മതിയോ? ആ മതി. മാറ് 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 മാറ്. സാമി തൊഴുത് കൈയെടുത്ത് തൊഴുത്. അവൾക്ക് മണ്ട കഴിഞ്ഞു. അതാ ഓറഞ്ച് കിട്ടി. ഹായ്. താങ്ക് യു. അതന്നെ എന്ത് സാധനം? റോക്ക് പെൻസിൽ. ഇതെന്താ സംഭവം നമുക്കറിയില്ല. ഒന്ന് കത്തിച്ച് നോക്കാം. ഇതിന്റെ എവിടെയാ കത്തിക്കേണ്ടത് അതറിയില്ലല്ലോ. അതാ ശരി. ട്രൈ ടു മൈ ലെവൽ ബെസ്റ്റ്. കൈ കത്തണ്ട. ഹായ്. ഇത് നോക്കടി തങ്കു. ചാട്ടാന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. എന്താ അതിന്റെ പേര്? ചാട്ട തന്നെ. ആ നോക്ക നോക്ക നോക്ക. നിങ്ങളെന്താ അത്? ഉറുമിയാ? ഉണ്ണി അരച്ച.
ഇത് ചിലപ്പോ ഇങ്ങനെ കയ്യില് തീപ്പൊരി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇതുവരെ ഉണ്ടാവുന്നത്. അതാ കഴിഞ്ഞു പറ്റിക്കൽ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തതായി പൊട്ടിക്കാൻ പോകുന്ന പടക്കം ക്രാക്കേഴ്സ്, അതല്ല അതിന്റെ പേര്, അങ്ങനെയാണ് അവര് പറയുന്നത്. ക്രാക്കേഴ്സ്. പൊട്ടോ ഇല്ലാതെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഏട്ടനാണ് പരീക്ഷിക്കാൻ പോകുന്നത്. എന്റെ പൊന്നോ. ഗൈസ് നമ്മളുടെ നാട്ടുകാർ കുറച്ച് അമ്പലവാസികള് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ക്രാക്കേഴ്സ് പൊട്ടിച്ചതിന്റെ പുകയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം ലൈവായിട്ട് നമുക്ക് അടുത്ത പെർഫോമൻസ് കാണാം ഏട്ടന്റെ. പൊന്നോ നന്നായിട്ടുണ്ട് അല്ലേ? എന്താണ് ക്രാക്കേഴ്സ് മാത്രം വാങ്ങിച്ചാലും. നമ്മുടെ അടുത്ത സാധനം എന്താണ്? ചക്ര, ശംഖുചക്രം എന്ന് പറയും. ശംഖുചക്രം, വിഷ്ണു ചക്രം. ഞങ്ങളുടെ അവിടെയൊക്കെ വിഷ്ണു ചക്രം എന്നാ പറയാ. ഇതിൽ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, കുറെ ഉണ്ട്. ഓരോന്നോരോന്നേ ഏതെങ്കിലും കത്തിയ കാണാം. തങ്കമണി വാടി. നമ്മുടെ വിഷ്ണു ചക്രം എന്താ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മള് വലുതൊന്നും പോയിട്ടില്ല, ചെറുത്. വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണു. അപ്പൊ ശംഖുചക്രം പണിയെ പറ്റിച്ചില്ല. ഞാനാണ് ചിഞ്ചുവിന്റെ വക ശംഖുചക്രം കൊടുത്തലാണ്. എന്റെ ഊഴമാണ്. ആവോ? കത്തുവോ? റെഡി. വാവ്, ഞാൻ കൊളുത്തിയത് എന്താ അതല്ലേ? അടിപൊളിയാക്കുന്നു. ഞാൻ ഏട്ടനെ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഏട്ടാ. ഹാൻഡ്സ് അപ്പ്. പൊട്ടിയില്ല. ഇതെന്താ പൊട്ടാത്തത്? പൊട്ടി. ഓ മൈ ഗോഡ്. വാവ്, ശരി, കൊള്ളാല്ലേ സാധനം? തങ്കു വാമനെ പേടിക്കണ്ട, വാ നീ വാമനെ. കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാല കൃഷ്ണനെ കണ്ടു. നമ്മളുടെ ഇതാ ചെറിയ കുഞ്ഞ് ചീനിപ്പടക്കമാണ്. ഇതാണ് നമ്മുടെ ഏട്ടൻ കൊളുത്താൻ പോകുന്നത് അല്ലേ? ആരംഭിച്ചു. വലിയ പവർ ഇല്ലാത്ത ചീനിപ്പടക്കം. എറിഞ്ഞോളി, എറിഞ്ഞോ കല്ല് കയ്യിലിട്ട് പൊട്ടും. എറിയേ. ഇല്ല, അത് സമയം എടുക്കും പൊട്ടാൻ. അതാ പൊട്ടി. ഇല്ല, ഏതെങ്കിലും ഒന്നെങ്കിലും നേരം വേണം പൊട്ടണ്ടേ. ചൂടേ. നമ്മള് പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. തങ്കുവാമന് വേണ്ട കൈനീട്ടം മേടിക്ക്. അച്ഛൻ്റെ കൈനീട്ടം മേടിക്ക്. വെരി ഗുഡ്. അച്ഛൻ്റെ അനുഗ്രഹം മേടിക്ക്. അപ്പൊ ഗൈസ് ഞങ്ങള് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തില് പോവുകയാണ് കേട്ടോ. ശിവക്ഷേത്രത്തിൽ തൊഴുത ശേഷം ഞങ്ങൾ പോയത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ, കാവൽപ്പാടുള്ളത്. അവിടെയാണ് തൊഴാൻ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ.
കൈ തൊടുത്തോളൂ. ശരി വാ. താങ്കൾ അവിടെ കയറാൻ പാടില്ല. വിഷു സ്പെഷ്യൽ വിഷുക്കഞ്ഞി എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ആര്യാജിത്ത് വ്ളോഗ്സിൻ്റെ വിഷു ആശംസകൾ നേരുന്നു. താങ്ക് യു.